ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ലാസ്റ്റ് നടന്ന കാറ്ററ്റ് കാറ്റഗറി 3യിലും 4യിലും വരുന്ന പെഡഗോജിയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഒരു സെഷൻ നിങ്ങൾ ഓൾറെഡി ഇതിന്റെ അകത്ത് അറ്റൻഡ് ചെയ്തതാണ് സാറിന്റെ സെഷന്. അപ്പൊ അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ്, ബാക്കി ചില ഏരിയകളിൽ നിന്നുള്ള ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏകദേശം 30ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. അപ്പൊ എല്ലാവരും ചാറ്റ് ബോക്സിന്റെ അകത്ത് ആൻസേഴ്സ് എഴുതിയിടണം. ക്വസ്റ്റ്യൻസ് വായിക്കുക, ഓപ്ഷൻസ് വായിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിന്റെ അകത്ത് കമന്റ് ആയിട്ട് ആൻസേഴ്സ് എഴുതിയിടുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഏകദേശം ടീച്ചിങ് മെത്തേഡ്സ് ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറയുന്ന ഏരിയയിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ആദ്യം കാറ്റഗറി 4ന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, എന്നിട്ട് ആൻസർ ചാറ്റ് ബോക്സിനകത്ത് കമന്റ് ചെയ്യുക. വേഗം ചെയ്യും. നമുക്ക് അറിയാം, പെഡഗോജി എന്ന് പറയുന്ന വിഷയത്തിൽ ഉത്തരം അറിയാത്തവർ വളരെ കുറവായിരിക്കും. ആ ചോദ്യങ്ങൾ പരമാവധി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് പെഡഗോജിയിൽ വേണ്ടത്. ഓക്കെ, യെസ്. മിൻ ഫവാഇദി തുറുഖു തദ്രീസ് അന്നാജിഹ. ഫവായിദ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗുണങ്ങളാണ് അല്ലെ, പോസിറ്റീവ്സ് ആണ്, ഉപയോഗങ്ങൾ അല്ലെ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് തുറുഖു തദ്രീസ് അന്നാജിഹ. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വിജയിച്ച ടീച്ചിങ് മെത്തേഡിന്റെ, നല്ല ഒരു ടീച്ചിങ് മെത്തേഡിന്റെ ഗുണം ഇതിൽ കൊടുത്തതിൽ ഏതാണ് എന്നാണ് ചോദ്യം. തഖ്ലീലു ദാഫിഇയ്യ, സിയാദത്തു സിഖ, ഇഹ്മാലുൽ മുതഅല്ലിം, തളീഉൽ വഖ്ത്. ഇതിൽ ഏതാണ് നല്ല ഒരു ടീച്ചിങ് മെത്തേഡിന്റെ ഗുണം? അപ്പൊ ഇവിടെ ഇതിന്റെ അകത്ത് ഈ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്ത വേർഡ്സ് മനസ്സിലാവലാണ് മെയിൻ ആയിട്ട് ഇവിടെ ആവശ്യമുള്ളത്. ഓക്കെ, തഖ്ലീൽ എന്ന് പറയുമ്പോൾ കുറയ്ക്കലാണ്, കുറയ്ക്കുക അല്ലെ. സിയാദത്ത് എന്ന് പറയുമ്പോൾ കൂട്ടലാണ്, വർദ്ധിപ്പിക്കുക, കൂട്ടൽ. ഇഹ്മാൽ എന്ന് പറയുമ്പോൾ അവഗണിക്കലാണ്, അവഗണന. തെളിയ എന്ന് പറയുമ്പോൾ പാഴാക്കലാണ്. ഈ വാക്കുകൾ കിട്ടിയ ഉത്തരവും കിട്ടി അല്ലെ. നമ്മുടെ മോട്ടിവേഷൻ കുറക്കുക. നല്ല ടീച്ചിങ് മെത്തേഡ് കുട്ടികൾക്ക് മോട്ടിവേഷൻ ഒക്കെ കുറക്കുന്നതായിരിക്കണം. സിയാദത്തു സിഖ, കുട്ടികളുടെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കുന്നതായിരിക്കണം. ഇഹ്മാൽ മുതഅല്ലിം, വിദ്യാർത്ഥിയെ പൂർണ്ണമായും അവഗണിക്കുന്നതായിരിക്കണം. തളീഉൽ വഖ്ത്, സമയം വെറുതെ പാഴാക്കുന്നതായിരിക്കണം. അപ്പൊ ഒരു നല്ല ടീച്ചിങ് മെത്തേഡിന്റെ ഗുണം എന്ന് പറയുന്നത് ഇതിലേതാ? നമുക്കറിയാം, മോട്ടിവേഷൻ കുറക്കലും വിദ്യാർത്ഥിയെ അവഗണിക്കലും സമയം പാഴാക്കലും ഒക്കെ അതിന്റെ നെഗറ്റീവ്സ് ആണ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? യെസ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ലൈസത്ത് മിൻ ത്വരീഖത്തിൽ ഹദീസ. നോക്കൂ, ലൈസത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലാത്തതാണ് ചോദിക്കണത്, അല്ലാത്തത് അല്ലെ. മിൻ ത്വരീഖത്തുൽ ഹദീസ, ആധുനിക മോഡേൺ മെത്തേഡ്സിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഇപ്പോ ആധുനികമായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സിൽ പെടാത്തത് ഏതാണ്? അത്തഅല്ലമു തശാറുക്കി അല്ലെ, കൊളാബറേറ്റീവ് ലേണിംഗ്. അതുപോലെ തന്നെ ഇൽഖാ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ലെക്ചർ മെത്തേഡിന് പറയുന്ന ഒരു സാധനമാണ് തരീഖത്തുൽ ഇൽഖാ എന്ന് പറയുന്നത്. തഅല്ലമു ദാത്തി, സെൽഫ് ലേണിംഗ്. തഅല്ലും ബിൽ ലഅബ്, പ്ലേവേ അല്ലെ, കളിയിലൂടെ പഠിക്കുക. അപ്പോ സെൽഫ് ലേണിംഗ്, കളിയിലൂടെ പഠിക്കല്, ലെക്ചറിലൂടെ പഠിക്കല്, കൊളാബറേറ്റീവ്. അപ്പൊ ഇതിന്റെ അകത്ത് മോഡേൺ അല്ലാത്തത്, പഴയ കാലത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഹദീസ്, കാരണം എന്താണ് മോഡേണിൽ അല്ലാത്തത് എന്ന് പറയുമ്പോൾ പഴയത് ഏതാണ്, പുതിയതിൽ പെടാത്തത് എന്ന് പറയുമ്പോൾ പഴയത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. യെസ്, നിങ്ങൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ്. ആൻസർ കറക്റ്റ് ആണ്, ഓപ്ഷൻ ബി ഇൽഖ ആണ്. ഈ മുഹാദറക്ക് പറയുന്ന പഴയ രീതിയിലുള്ള മെത്തേഡാണ് ഇൽഖ എന്ന് മനസ്സിലാക്കലാണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രധാനപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ടീച്ചിങ് മെത്തേഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. الطريقة التي تركز على المعلم. അതൊരു മെത്തേഡാണ്. ത്വരീഖത്ത് എന്ന് പറയുമ്പോൾ അതൊരു മെത്തേഡാണ്. ഇറ്റ്സ് എ മെത്തേഡ്. അല്ലത്തി തുറക്കിസു അൽ മുഅല്ലിം, അധ്യാപകന്, ടീച്ചറെ ഫോക്കസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ടീച്ചർ സെൻട്രിക് മെത്തേഡാണത്. ഇതിൽ ഏതാണ് ടീച്ചർ സെൻട്രിക് മെത്തേഡ് എന്നാണ് ചോദ്യം.
التعلم التعاوني cooperative learning. الطريقة الإلقائية lecture method. تعلم باللعب play way method. طريقة الاكتشافية discovery method. അപ്പൊ ഇതില് ഏതാണ് അധ്യാപകനെ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. യെസ് 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 ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. നോക്കൂ, കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, കുട്ടികള് പരസ്പരം അവരിരുന്ന് പഠിക്കുന്നതാണ്, അതിൽ പെട്ടതാണ്. അത് അധ്യാപകൻ കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കുട്ടികളാണ് അവിടെ മെയിൻ. അപ്പൊ ഇത് സ്റ്റുഡന്റ് സെൻട്രിക് ആണ്. പ്ലേ വേ മെത്തേഡ് കളിച്ചുകൊണ്ട് പഠിക്കുക എന്ന് പറയുന്നതും സ്റ്റുഡന്റ് സെൻട്രിക് ആണ്. പിന്നെ കണ്ടെത്തി പഠിക്കുക എന്ന് പറയുന്നതും അതും സ്റ്റുഡന്റ് സെൻട്രിക് ആണ്. പക്ഷെ ഇതിൽ അധ്യാപകന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു മെത്തേഡ് ഏതാ? യെസ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻ ബി അത്വരീഖത്തുൽ ഇൽഖാഇയ ലെക്ചർ മെത്തേഡാണ്. ബാക്കിയൊക്കെ സ്റ്റുഡന്റ് സെൻട്രിക് ആണ്. ഈ ഒരു മെത്തേഡ് എന്താണ്, അധ്യാപകനെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് റിപ്പീറ്റിംഗ് ആയിട്ട് വന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. മാക്സിംസ് ഓഫ് ടീച്ചിങ് ഇപ്പൊ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. യെസ്, മിനൽ മബാദിഉൽ അസാസിയ ലിതുറുഖ് തദ്രീസ്. മബാദിഉൽ അസാസിയ എന്ന് പറഞ്ഞാൽ ബേസിക് പ്രിൻസിപ്പിൾ ആണ്. ബേസിക് പ്രിൻസിപ്പിൾ അല്ലേ? ലിതുറുഖ് തദ്രീസ് ടീച്ചിങ് മെത്തേഡ്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഏതാണെന്ന് വെച്ചാൽ മാക്സിംസ് ഓഫ് ടീച്ചിങ്. ഏത് രീതിയിലാണ് ഇപ്പോൾ ടീച്ചിങ് മെത്തേഡുകൾ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. മിനൽ മഹ്സൂസ് ഇലൽ മഅഖൂൽ. കുട്ടിക്ക് സെൻസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യത്തിൽ നിന്ന് അബ്സ്ട്രാക്റ്റിലേക്ക്, കുട്ടി ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യത്തിലേക്കാണ് പഠിപ്പിക്കേണ്ടത്. മിന സുഅബ് ഇല സഹൽ. ആദ്യം ബുദ്ധിമുട്ടുള്ള ഡിഫിക്കൽട്ട് പഠിപ്പിച്ചിട്ട് പിന്നെയാണ് ഈസിയിലേക്ക് പോകേണ്ടത്. മിനൽ മുതഅഖിറിൽ മുബക്കർ. ലേറ്റ് ആയിട്ട് അവസാനം പഠിക്കേണ്ട കാര്യത്തിൽ നിന്ന് എന്താണ്, മുബക്കർ നേരത്തെയുള്ള ഏർലിയിലേക്കാണ് പഠിപ്പിക്കേണ്ടത്. മിനൽ ആം ഇലൽ ഖാസ് ദായിമൻ. എന്താണ്, ജനറൽ ആയിട്ടുള്ള കാര്യത്തിൽ നിന്നാണ് പെർട്ടിക്കുലർ കാര്യത്തിലേക്കാണ് എപ്പോഴും പഠിപ്പിക്കേണ്ടത്. അപ്പൊ ഇതില് ഏതാണ് ഒരു ടീച്ചിങ് മെത്തേഡിന്റെ നല്ലൊരു ടീച്ചിങ് മെത്തേഡിന്റെ ഗുണം ഏതാണ്? യെസ് നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഏതാണ്? മിനൽ മഹ്സൂസ് ഇലൽ മഅഖൂൽ. കുട്ടിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ നിന്നാണ് കുട്ടി ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യത്തിലേക്ക് പോകേണ്ടത്. അങ്ങനെ തന്നെയല്ലേ നമ്മുടെ കരിക്കുലം ഒക്കെ ഉള്ളത് അല്ലെ? നമ്മള് ഇപ്പോ സയൻസിൽ ഒരു സംഭവം പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് പഠനം തുടങ്ങുന്ന കാലത്ത് UP ക്ലാസ്സുകളിലൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക എന്താണ്, നിങ്ങൾ ആസിഡ് എന്ന കൺസെപ്റ്റ് പഠിപ്പിക്കുമ്പോൾ എന്തായിരിക്കും, നിങ്ങളുടെ വീട്ടില് പുളിയല്ലേ, പുളിങ്ങ എന്ത് പാത്രത്തിലാണ് ഇട്ട് വെക്കല്, മോര് കണ്ടിക്കണോ, അതുപോലെ അങ്ങനെയൊക്കെ എന്താണ് കുട്ടികൾ അങ്ങനത്തെ അവർക്ക് നിത്യജീവിതത്തിൽ അനുഭവിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങൾ ആദ്യം പഠിപ്പിക്കും. പിന്നെ എങ്ങനെ പോയി 8, 9, 10, +1, +2 ഒക്കെ എത്തുമ്പോൾ പിന്നെ ആസിഡ് ഹൈഡ്രജനും എന്താണ് കോമൺ ആയിട്ടുള്ള എന്താണ് സംയുക്തങ്ങൾക്കാണ് ആസിഡ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഒരു എന്താണ് കൂടുതൽ അബ്സ്ട്രാക്റ്റ് ആയിട്ട് കുട്ടിക്ക് കാണാൻ പറ്റാത്ത ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. ആ രീതിയാണ് ഫോളോ ചെയ്യേണ്ടത്. ആദ്യം കുട്ടിക്ക് സെൻസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് പിന്നെയാണ് സെൻസ് ചെയ്യാൻ പറ്റാത്ത അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. യെസ് الطريقة التي تطور كفاءة المعلم هي. യെസ്, അതൊരു മെത്തേഡാണ്. ഇറ്റ്സ് എ മെത്തേഡ്. അതൊരു മെത്തേഡാണ്. അത് തത്വം അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ആവുന്നത്. അതിലൂടെ ഡെവലപ്പ് ആവും കഫാത്തുൽ മുഅല്ലിം, ഒരു അധ്യാപകന്റെ കഴിവ് ഡെവലപ്പ് ചെയ്യാനുള്ള മെത്തേഡ് താഴെ കൊടുത്തതിൽ ഏതാണെന്നാണ് ചോദ്യം. അധ്യാപകന്റെ കഴിവ് വർദ്ധിപ്പിക്കാനുള്ള മെത്തേഡ് താഴെ കൊടുത്തതിൽ ഏതാണ്? التعلم التعاوني. التعلم التعاوني എന്ന് പറഞ്ഞാൽ എന്താണ്? തഅല്ലുമു തആവുനി കോപ്പറേറ്റീവ് ലേണിംഗ് ആണ്. കോപ്പറേറ്റീവ് ലേണിംഗ്. തഅലീമുൽ മുസഗ്ഗർ ഏതാണ്?
മൈക്രോ ടീച്ചിങ് ആണ്. മൈക്രോ ടീച്ചിങ്. താലിമുൽ ലാത്തി സെൽഫ് ലേണിംഗ് ആണ്. താലിമുൽ ഫർദി അതും എന്താണ്, ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ്. അപ്പൊ ഇതിൽ ഏതാണ് അധ്യാപകന്റെ കഴിവ് വർദ്ധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ? യെസ് യെസ് യെസ്, നമുക്കറിയാം കോപ്പറേറ്റീവ് ലേണിംഗ് ആണെങ്കിലും സെൽഫ് ലേണിംഗ് ആണെങ്കിലും ഇൻഡിവിജ്വൽ ലേണിംഗ് ആണെങ്കിലും ഇതൊക്കെ വിദ്യാർത്ഥിക്കുള്ള പഠനമാണ്, പഠിക്കുന്നവർക്കുള്ള പഠനമാണ്. എന്നാൽ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, നമ്മള് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അധ്യാപകർ സ്കിൽ അക്വയർ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ആ ഒരു പ്രോസസ്സിന്റെ പേരാണ് മൈക്രോ ടീച്ചിങ്. അപ്പൊ ഓപ്ഷൻ ബി ആണ്, താലീമുൽ മുസഗർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, വായിച്ചു നോക്കൂ ക്വസ്റ്റ്യൻ. യെസ്, അതെ അതെ, നോക്കൂ. അത്വരീഖത്തു സഹീഹ ലിത്വറഹി സുആൽ അല്ലെ, കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട അല്ലെ. ത്വറഹു സുആൽ എന്ന് പറയുമ്പോൾ എന്താണ്? ക്വസ്റ്റ്യൻ അല്ലെ. ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ശരിയായ മെത്തേഡ്, കറക്റ്റ് മെത്തേഡ് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് കറക്റ്റ് മെത്തേഡ്? യെസ് യെസ്, കമന്റ് ബോക്സിന്റെ അകത്ത് ആൻസേഴ്സ് വരുന്നുണ്ട്. ഇഖ്തിയാർ, ത്വാലിബ്, സുമ്മ സുആൽ. ആദ്യം നമ്മൾ ഒരു കുട്ടീനെ സെലക്ട് ചെയ്യും. എടാ, എന്നിട്ട് ഓൻ്റെ അടുത്തേക്ക് പോയിട്ട് ഓനെ ചൂണ്ടിക്കാണ്ട് പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുക. ആദ്യം കുട്ടീനെ സെലക്ട് ചെയ്യുന്നു. ഫസ്റ്റ് എന്ത് ചെയ്യാണ്? കുട്ടീനെ സെലക്ട് ചെയ്യാണ്. ഫസ്റ്റ് ഒരു കുട്ടീനെ ചൂണ്ടിക്കാണ്ട് ഓനോടാണ് പിന്നെ ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെയാണോ ചോദിക്കേണ്ടത്? അസുആലിൽ ജമീൽ സുമ ഇഖ്തിയാറു ത്വാലിബ്. എല്ലാരോടും കൂടെ ക്വസ്റ്റ്യൻ, ക്ലാസ്സിൽ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക, പിന്നെ കുട്ടീനെ സെലക്ട് ചെയ്യുക. ഇങ്ങനെയാണോ വേണ്ടത്? അതോ സുആലു ത്വാലിബ് ലഈഫ് ഫഖത്ത്, കഴിവ് കുറഞ്ഞ അല്ലെ ദുർബലനായിട്ടുള്ള വീക്കായിട്ടുള്ള കുട്ടിനോട് മാത്രമാണോ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്? സുആൽ മഅൽ ജവാബ്, ചോദ്യം ചോദിക്കാൻ അതിന്റെ ഒപ്പം തന്നെ ഉത്തരവും പറയാ. ഇങ്ങനെയാണോ വേണ്ടത്? ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. നമുക്കറിയാം, ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, നമ്മളൊരു കുട്ടീനെ സെലക്ട് ചെയ്തിട്ട് ഉത്തരം ചോദ്യം എന്ന് പറയുന്ന തൊറഹു സുആൽ എന്ന് പറയുന്ന സാധനം എന്തിനു വേണ്ടിയിട്ടാ? തൊറഹു സുആൽ എന്തിനാണ്? കുട്ടികളുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കാനാണ്. കുട്ടികളിൽ ചിന്ത കൂട്ടാനാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു കുട്ടീനെ മാത്രം സെലക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ കുട്ടി മാത്രമാണ് അത് ചിന്തിക്കുക. ബാക്കിയുള്ളവർ അതിനെപ്പറ്റി ചിന്തിക്കൂല. ഓനോടല്ലേ എഴുതിയിരിക്കും, ബാക്കിയുള്ളവരെ പറ്റി ചിന്തിക്കൂല. അപ്പൊ ഈ മെത്തേഡ് എന്തായാലും ശരിയാവൂല. പിന്നെയോ, ക്ലാസ്സിൽ പറ്റ വീക്കായ കുട്ടിയോട് മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കണ ആ രീതി ശരിയാണോ? അതും ശരിയല്ല. ചോദ്യം നമ്മൾ തന്നെ ചോദിക്കുന്നതിന് ഒപ്പം നമ്മൾ തന്നെ ഉത്തരം പറഞ്ഞു കൊടുക്കണം. അപ്പൊ കുട്ടിക്ക് ചിന്തിക്കാൻ വല്ല മാർഗമുണ്ടോ? ഇല്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? ക്ലാസ്സിലേക്ക്, യെസ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലാസ്സിലേക്ക് മുഴുവനായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കണം. ജമിയ, എല്ലാവരോടും കൂടെ ക്ലാസ്സിൽ എന്താണ് കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. എന്നിട്ട് പിന്നെയാണ് ഒരു വിദ്യാർത്ഥിനെ ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെ ആവുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും എന്തെങ്കിലും ചിന്തിക്കും. എന്നോട് ചോദിക്കും, എന്നോടായിരിക്കും വിചാരിച്ചിട്ട് എല്ലാവരും ചിന്തിക്കും. എല്ലാവർക്കും ചിന്തിക്കാനുള്ള അവസരം കിട്ടും. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്റെ യഥാർത്ഥ മെത്തേഡ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നമ്മുടെ ക്ലാസ് റൂമുകളിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. السؤال الجميع ثم اختيار الطالب. ഓക്കെ, ഓർത്ത് വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതേ വർഷത്തിൽ തന്നെ നമ്മൾ കഴിഞ്ഞ കാറ്റഗറി 3 വന്ന ക്വസ്റ്റ്യൻസ് ആണ്. യെസ്, എന്താണ്? ഹസ്ബ ത്വരീഖത്തു തദ്രീസ് യതതവ്വറു തദ്രീസ് അല്ലേ? ഈ ഒരു ടീച്ചിങ് മെത്തേഡ് പ്രകാരം, ടീച്ചിങ് മെത്തേഡ്സ് നിയമപ്രകാരം ടീച്ചിങ് അത് എന്തിൽ നിന്ന് എന്തിലേക്ക് തവർ എന്ന് പറയുമ്പോൾ ഡെവലപ്പ് ആവുക. എന്തിൽ നിന്ന് എന്തിലേക്കാണ് ഡെവലപ്പ് ആവുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. മിനൽ മദ്ലൂൽ ഇലൽ മഹ്സൂസ്. എല്ലാവരും ആൻസർ പറയാൻ നോക്കണം കേട്ടോ. മിനൽ മഹ്സൂസ് ഇലൽ മദ്ലൂൽ, മിനൽ മദ്ലൂൽ ഇലൽ മഹ്സൂസ് അല്ലെ. കുട്ടിക്ക് എന്താണ് അബ്സ്ട്രാക്റ്റ് ആയിട്ട് കുട്ടിക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യത്തിൽ നിന്ന് കുട്ടിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലേക്ക്, കുട്ടിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ നിന്ന് കുട്ടിക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യത്തിലേക്ക്, ദൂരെയുള്ള കാര്യത്തിൽ നിന്ന് അടുത്തുള്ള, ഫ്രം ഫാർ ടു നിയർ, മധുരമുള്ള കരീബ് അല്ലെ. കുട്ടികൾക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നിടത്തുനിന്ന് കുട്ടിയുടെ അടുത്തേക്ക് എന്ന് വെച്ചാൽ ഇതിൽ ഏത് രീതിയിലാണ് ടീച്ചിങ് മെത്തേഡ് ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് ചോദ്യം. ഏത് രീതിയിലാണ്?
യെസ്, നമ്മൾ നേരത്തെ ഇപ്പൊ തൊട്ട് മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കാരണം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, കുട്ടിക്ക് സെൻസ് ചെയ്ത് അറിയാൻ പറ്റുന്ന കാര്യത്തിൽ നിന്നാണ് കുട്ടിക്ക് അൺസെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലേക്ക് കൊണ്ടുപോവേണ്ടത്. കുട്ടിക്ക് എപ്പോഴും കണ്ട് മനസ്സിലാക്കാൻ, നിത്യജീവിതത്തിൽ ഇന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് വേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. മുമ്പത്തെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ അതുപോലെ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് ഈ ഒരു ചോദ്യം. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ അതുപോലെ വന്നതാണ്. യെസ്, طريقة التعليم في قول رسول الله صلى الله عليه وسلم لزيد. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ആ ഒരു വാക്കില് എന്ത് ത്വരീഖത്തു തഅലീം, എന്താണ് ഈ അതിന്റെ അകത്ത് ഒരു ടീച്ചിങ് മെത്തേഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. യാ ഗുലാം സമ്മില്ല കുൽ ബിയമിനിക്, കുട്ടി നീ ബിസ്മി ചൊല്ല്, എന്താണ്, പിന്നെ നീ നിന്റെ വലത് കൈ കൊണ്ട് കഴിക്ക്. റസൂലുള്ളാഹി തങ്ങൾ കൊടുത്തൊരു ഉപദേശമാണ്. ഇവിടെ ഒരു ടീച്ചിങ്, ഒരു പഠിപ്പിക്കൽ നടക്കുന്നുണ്ട്. ഇവിടെ എന്ത് ടൈപ്പ് ടീച്ചിങ് ആണ് നടക്കുന്നത് ആണ് ചോദ്യം. തഅലീമുൽ മുസവർ, മൈക്രോ ടീച്ചിങ് അല്ലെ. നബി തങ്ങൾ മൈക്രോ ടീച്ചിങ് എടുത്തു കൊടുക്കാണ്. പിന്നെയോ അത്തഅലീം ബിൽ മുഹാവല വൽ ഖത്ത്, ട്രയൽ ആൻഡ് എറർ. ഇല്ലേ, തൊണ്ടയ്ക്കിന്റെ ട്രയൽ ആൻഡ് എറർ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്തത്. താലിമുൽ മൗഖിഫി അല്ലെ, ആ ഒരു സിറ്റുവേഷൻ ലേണിംഗ്, ആ ഒരു സാന്ദർഭിക പഠനം, സന്ദർഭത്തിൽ നിന്ന് ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുക, സിറ്റുവേഷൻ ലേണിംഗ് ആണ് അവിടെ നടന്നത്. പിന്നെയോ താലിമുൽ മുബർമജ്, പ്രോഗ്രാമഡ് ടീച്ചിങ്, പ്രോഗ്രാമഡ് ലേണിംഗ്, ഒരു കുട്ടിക്ക് പ്രത്യേകമായിട്ട് ഒരു ക്ലാസ് ഒക്കെ എന്താണ്, കുട്ടിക്ക് പ്രത്യേകം സംവിധാനമൊക്കെ തയ്യാറാക്കി നടത്തുന്ന ടീച്ചിങ്. അപ്പൊ ഇതിന്റെ അകത്ത് ഇവിടെ നടന്നത് ഏതാണെന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സന്ദർഭം കണ്ടപ്പോൾ അല്ലെ, ഒരു സന്ദർഭം കണ്ട സമയത്ത് അവിടെ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ, തിരുത്തി കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു രീതിക്കാണ് താലീമുൽ മൗഖിഫി എന്ന് പറയാം കേട്ടോ. താലീമുൽ മൗഖിഫി, ഇത് മുമ്പും ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ, അന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹു ഒന്നും കൊടുത്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് എന്ന് പറഞ്ഞ് ഈ വാക്കാണ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഇതിൽ ഏത് പഠനമായിരുന്നു, ഇതേപോലെ തന്നെയാണ്, ഇതേ ഓപ്ഷൻസ് വെച്ചിട്ടാണ് ചോദിച്ചത്. അത് നമുക്ക് മനസ്സിലാക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കേട്ടറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത എക്സാമിനും വീണ്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. യെസ്, സ്വാഹിബു ത്വരീഖത്തുൽ മഷ്റൂ, താഴെ കൊടുത്തതില് ആരാണ് ത്വരീഖത്തുൽ മഷ്റൂഇന്റെ സ്വാഹിബ്? ത്വരീഖത്തുൽ മഷ്റൂ എന്ന് പറയുന്നത് പ്രൊജക്റ്റ് മെത്തേഡ് ആണ്. പ്രൊജക്റ്റ് മെത്തേഡ്, താഴെ കൊടുത്തതിൽ ആരാണ് പ്രൊജക്റ്റ് മെത്തേഡിന്റെ ആള് എന്നാണ് ചോദ്യം. അല്ലേ? യെസ്, സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. BF സ്കിന്നർ ആണോ, പാവലോ ആണോ, അതോ പ്രൊജക്ട് മെത്തേഡ് ജോൺ ഡുയി ആണോ, അതോ ജെയിംസ് ഹോളണ്ട് ആണോ? ഇതിൽ ആരാണ് പ്രൊജക്ട് മെത്തേഡിന്റെ ഇൻവെന്റർ എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? യെസ്, ആരാണ്? യെസ്, ഓപ്ഷൻ സി. ആരാണ്? ജോൺ ഡുയി ആണ് കറക്റ്റ് ആൻസർ അല്ലെ, ജോൺ ഡുയി ആണ്. അപ്പൊ കിൽപാട്രിക്കും ജോൺ ഡുയി ഉണ്ടാക്കിയ ഈ രണ്ടു പേരാണ് എന്ത് ചെയ്യുന്നത്, ഇതുമായിട്ട് പ്രൊജക്ട് മെത്തേഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന രണ്ടാളുകൾ കിൽപാട്രിക്കും ജോൺ ഡുയി ആണ്. ഈ പ്രാഗ്മാറ്റിസം എന്ന് പറയുന്ന തിയറിയുടെ ബേസിൽ, പ്രാഗ്മാറ്റിസം എന്ന തിയറി കൊണ്ടുവന്നത് ജോൺ ഡുയി ആണ്. അതിന്റെ ബേസിലാണ് എന്ത് ചെയ്തത്, എന്ത് നടന്നത്, ടീച്ചിങ്, ഈ ഒരു പ്രൊജക്ട് മെത്തേഡ് ഡെവലപ്പ് ആയിട്ട് വന്നത്. അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ആരാണ്? കിൽപാട്രിക് ആണ്. കിൽപാട്രിക് ആണ് അത് കൊണ്ടുവന്നത്. എന്നാൽ പ്രൊജക്ട് മെത്തേഡിന്റെ ബേസിക് സ്ഥാപക നേതാവ് ആര് തന്നെയാണ്? ജോൺ ഡുയി ആണ്. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റിന്റെ പുറത്താണ് അതൊരു മെത്തേഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ജോൺ ഡുയി. അടുത്ത് നോക്കൂ. ഇനി നമുക്ക് ഒരു പഠനവുമായി, ടീച്ചിങ് മെത്തേഡ്സിൽ നിന്ന് മാറി വിദ്യാഭ്യാസത്തിനുമായി ബന്ധപ്പെട്ട് കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ എക്സാമ്പിൾ. അതിലേക്ക് പോകാം നമുക്ക്. നോക്കൂ.
യെസ്. അൽ ഹദഫു തർബവി യുറക്കിസു അസാസൻ അല അൽ ഹദഫു തർബവി അല്ലെ? ഒരു വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അത് പറയുമ്പോൾ ലക്ഷ്യമാണ് ഒബ്ജക്റ്റീവ്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അത് ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്? യുറക്കിസു അസാസൻ ബേസിക്കലി ഇറ്റ് ഫോക്കസ് ഓൺ എന്തിനെയാണ് വിദ്യാഭ്യാസം ഫോക്കസ് ചെയ്യുന്നത്? കെമിയത്തുൽ മാലൂമാത്ത് കുട്ടിക്ക് കിട്ടുന്ന നോളേജിന്റെ അളവ് അല്ലെ? കെമിയത്ത് പറയുമ്പോൾ ക്വാണ്ടിറ്റി കുട്ടിക്ക് കിട്ടുന്ന അറിവിന്റെ അളവ് എത്രയുണ്ട് അതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പരമാവധി അറിവ് കുത്തി നിറച്ചു കൊടുക്കലാണ് വിദ്യാഭ്യാസം. റഹബത്തു ഔലിയാ ഉൽ ഉമൂർ ഇല്ലെ? കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളുകളുടെ താല്പര്യം ഇല്ലെ? കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളുകളുടെ താല്പര്യം എന്ന് പറയുമ്പോൾ രക്ഷിതാക്കളുടെയോ മാനേജ്മെന്റിന്റെയോ അവരുടെയൊക്കെ അവരുടെ താല്പര്യമാണ് വിദ്യാഭ്യാസത്തിന്റെ മെയിൻ ആയിട്ടുള്ള സംഗതി. അസുലൂക്കുൽ മുത്തവക്കലിദ്ദാരിസ് ഒരു കുട്ടിക്ക് ഉണ്ടാവേണ്ട ആ കുട്ടിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ബിഹേവിയർ, ആ കുട്ടിയുടെ സ്വഭാവ ഗുണങ്ങൾ എങ്ങനെയായിരിക്കണം, ആ കുട്ടിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, അതാണ് ഓപ്ഷൻ സി പറയുന്നത്. പിന്നെ ഓപ്ഷൻ ഡി അത് ദുറൂസ് ചാപ്റ്റേഴ്സിന്റെ ലെസൺസിന്റെ എണ്ണം പാഠത്തിന്റെ എണ്ണം. അപ്പൊ ഇതിന്റെ അകത്ത് യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഏതാണെന്നാണ് ചോദിക്കുന്നത്. കുറെ അറിവുണ്ടാക്കലല്ല നമുക്കറിയാം, മറ്റുള്ള ആളുടെ താല്പര്യം എല്ലാം നമുക്കറിയാം, കുട്ടികളുടെ എണ്ണത്തിന്റെ ബേസിലൊന്നല്ല. പിന്നെന്താണ്? യെസ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻ സി അസുലൂക്കുൽ മുത്തവക്കലിദ്ദാരിസ് ഒരു കുട്ടിയിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ബിഹേവിയേഴ്സ് അതിന്റെ ബേസിലാണ്. അതാണ് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നോക്കൂ, അത്തർബിയ അൽ ഹദീസ തുറക്കിസു അല താഴെ കൊടുത്തതിൽ നമ്മൾ ആധുനിക വിദ്യാഭ്യാസം തർബിയ ഹദീസ എന്ന് പറയുമ്പോൾ നമ്മുടെ ആധുനിക വിദ്യാഭ്യാസം ഫോക്കസ് ചെയ്യുന്നത് ഈ കൊടുത്തതിൽ ഏതിനെയാണ്? മുഅല്ലിം അധ്യാപകനെയാണോ? ടീച്ചറിനെയാണോ? കിതാബ് പുസ്തകത്തിനെയാണോ? അൽ ഇദാറ അഡ്മിനിസ്ട്രേഷനെയാണോ? അതോ മുതഅല്ലിം സ്റ്റുഡന്റിനെയാണോ? ഇതിൽ ആരെയാണ് ഈ ആധുനിക വിദ്യാഭ്യാസം ഫോക്കസ് ചെയ്യുന്നത്? വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ അല്ലെ? നമുക്കറിയാം എന്താണ് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ തിയറികൾ എല്ലാം തന്നെ വരുന്നത് സ്റ്റുഡന്റ് സെൻട്രിക് ആയിട്ടാണ്, വിദ്യാർത്ഥിയെയാണ് ഫോക്കസ് ചെയ്യുന്നത്. യെസ്, അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി അൽ മുതഅല്ലിം സ്റ്റുഡന്റ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി മുതഅല്ലിം ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആൻസേഴ്സ് വരട്ടെ. യെസ്, എന്താണ് ചോദ്യം? എന്താണ് അത്തഅല്ലും പഠനം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പഠനം എന്ന് പറഞ്ഞാൽ അതിലുണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? തറഹ് മഹാറാത്തുൻ മുക്തസബ, സൽബ് ഖുദറാത്തുൻ മുഅയ്യിന, സർദു ഹവാദിസുൻ മുതകർറിറ, അതുപോലെ കസ്ബു സുലൂക്കുൽ മുഅയ്യിൻ. ഇതിൽ ഏതാണ് പഠനം എന്നാണ് ചോദിക്കുന്നത് അല്ലെ? നേടിയ കഴിവുകൾ അവതരിപ്പിക്കുക. തുറഹ് എന്ന് പറയുമ്പോൾ ചോദിക്കുക, അവതരിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം അല്ലെ? കുട്ടിക്ക് കിട്ടിയ നേടിയ കഴിവുകളെ അവതരിപ്പിക്കലാണോ? അതോ സെൽബ് ഖുദ്റാത്തുൽ മുഅയ്യിന പറയുമ്പോൾ ചില കഴിവുകളുടെ കഴിവുകൾ ഇല്ലാതിരിക്കുക, കഴിവുകളുടെ അഭാവമാണോ പഠനം? അതോ ആവർത്തിച്ച് സംഭവങ്ങൾ സർദു ഹവാസുൽ മുതകർറിർ ആവർത്തിച്ച് സംഭവങ്ങൾ വിവരിക്കുക, അതാണോ സംഭവങ്ങൾ വിവരിക്കലാണോ പഠനം? അതോ ഒരു പ്രത്യേക ഒരു കുട്ടിക്ക് പ്രത്യേക സ്വഭാവം കുട്ടി ആർജിച്ചെടുക്കലാണോ പഠനം? ഇതിൽ ഏതാണ് പഠനം? നേടിയ കഴിവുകൾ അവതരിപ്പിക്കലോ അതാണോ പഠനം? അതോ ചില കഴിവില്ലാതിരിക്കലാണോ പഠനം? സംഭവങ്ങൾ ഇങ്ങനെ വിവരിക്കലാണോ പഠനം? അതോ കുട്ടിക്ക് പ്രത്യേക കഴിവ് നേടലാണോ പഠനം? ഏതാണ്?
യെസ്, പഠനം എന്ന് പറഞ്ഞാൽ കസ്ബു സുലൂക്കുൻ മുഅയ്യിൻ. കസ്ബു സുലൂക്ക് മുഅയ്യിൻ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഒരു പ്രത്യേക സ്വഭാവ ഗുണം നേടിയെടുക്കുക, പ്രത്യേക കാര്യങ്ങൾ, കഴിവുകൾ ആർജിച്ചെടുക്കുക എന്നതാണ് പഠനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ. അൽ ഗർളുൽ അസാസി മിന തഅലീം, ഇല്ലേ, വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം ഏതാണ്? വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം ഏതാണ്? ജൗദത്ത് ഹയാത്തുൽ ഇൻസാൻ, മനുഷ്യന്റെ ജീവിത നിലവാരം നന്നാക്കുക. ഇസ്തിഖ്ദാമു താഖ ബി അഖ്സാ ഹദ്ദിഹ, പരമാവധി ഇവിടുത്തെ ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കുക. പരമാവധി ഇവിടുത്തെ കറണ്ടും ബാക്കി എല്ലാ ഊർജങ്ങളും നമ്മൾ ഉപയോഗിക്കുക. ഇസ്തിഖ്ദാമുൽ മവാരിദ് ത്വബീഇയ്യ ബി അഖ്സാ ഹദ്ദ്, പ്രകൃതി വിഭവങ്ങൾ, പെട്രോളിയം ഒക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുക. പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം, പ്രകൃതി വിഭവങ്ങൾ അമിതമായി ഉപയോഗിക്കുക. പിന്നെയോ പവർ വർദ്ധിച്ച കുറെ പവർ നന്നായിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഇതിന്റെ അകത്ത് ഏതാണ് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത്? ഇവിടെയുള്ള എനർജി മൊത്തം, പവർ മൊത്തം ഉപയോഗിച്ച് തീർക്കലോ, പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ച് തീർക്കലോ, ഊർജം ഉപയോഗിക്കലോ എന്നുള്ള വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം മനുഷ്യ ജീവിതത്തിന്റെ നിലവാരം നന്നാക്കുക, എന്ത് ചെയ്യുക, അത് കൂട്ടുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ജൗദത്ത് ഹയാത്തുൽ ഇൻസാൻ, മനുഷ്യന്റെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അൽ മദ്രസ ലാ ബുദ്ദ അൻ തകൂന, ഒരു സ്കൂള് ലാ ബുദ്ദ അനിവാര്യമാണ്, ഒരു സ്കൂൾ അനിവാര്യമാണ് അൻ തകൂന ആയിരിക്കണം. ഒരു സ്കൂൾ എങ്ങനെ ആയിരിക്കലാണ് അനിവാര്യം? താഴെ കൊടുത്തതിൽ ഒരു സ്കൂളിന് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടത് എന്താണ് എന്നാണ് ചോദ്യം. അത് മഹ്ദൽ ലിദ്ദാരിസ്, കുട്ടികൾക്ക് അതൊരു ക്രാഡിലായിരിക്കണം, ഒരു തൊട്ടിലായിരിക്കണം എന്ന് വെച്ചാൽ സ്കൂളിൽ നിറച്ച് വരാന്തി കൂടെ ഒക്കെ തൊട്ടിലിട്ടുക കുട്ടികൾക്ക് ആടാൻ വേണ്ടിട്ട്, അതാണോ? അല്ല, കുട്ടികളുടെ കഴിവിനുള്ള ഒരു തൊട്ടിലായിരിക്കണം, അത് വളർത്തുന്ന സ്ഥലമായിരിക്കണം സ്കൂൾ. മർക്കസ് അൽ തഅല്ലും, പഠന കേന്ദ്രമായിരിക്കണം. മുൻതദ അൽ മുജ്തമിഅ, അത് സമൂഹത്തിന്റെ, സൊസൈറ്റിയുടെ ഒരു ക്ലബ്ബ്, ഒരു ഫോറം ആയിരിക്കണം സ്കൂള്. ജമീഉ മാ ദുക്കിറ, ഓൾ ഓഫ് ദി അബോവ്. അപ്പൊ ഇതിൽ ഏതാണ് ഒരു സ്കൂൾ ആയിരിക്കേണ്ടത്? നമുക്കറിയാം, കുട്ടികളുടെ കഴിവിന്റെ തൊട്ടിൽ തന്നെയാണ് സ്കൂള്, കുട്ടികളുടെ പഠനത്തിന്റെ കേന്ദ്രമാണ്, സമൂഹത്തിന്റെ ക്ലബ്ബാണ് ഈ പറയുന്ന. അപ്പോ മൂന്നും അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. യെസ്, താഴെ കൂടുതല് യതഅല്ലമുൽ ഫർദു ഫി മുഅ്ളമി മുനാസബാത്തിൽ ഹയാത്ത് ബിത്വരീഖ ഡാഷ്, ഒരു വ്യക്തി പഠിക്കും ഫി മുഅ്ളമി മുനാസബാത്തിൽ ഹയാത്ത്, തന്റെ ജീവിതത്തിലെ മുനാസബാത്ത്, തന്റെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിൽ നിന്ന് ആ വ്യക്തി പഠിച്ചെടുക്കും. തന്റെ ജീവിതത്തിലെ ഒട്ടുമിക്ക സാഹചര്യങ്ങളും ജീവിതത്തിന്റെ മിക്ക സാഹചര്യങ്ങളെയും ഒരു വ്യക്തി പഠിക്കുന്നത് എങ്ങനെയാണ്? തജാറുബുൽ യൗമിയ, നമ്മുടെ ഡെയിലി, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസിലൂടെയാണോ? അല്ലെങ്കിൽ ഇഅലാനത്തുൽ ഹുക്കൂമിയ, സർക്കാരിന്റെ പരസ്യങ്ങളിലൂടെയാണോ? സർക്കാരിന്റെ പരസ്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കേണ്ടത്. അൽ മവാഖിഉ ശബക്കിയ, വെബ്സൈറ്റ് നോക്കിയിട്ടാണോ? അൽ കുത്തുബൽ മുഖററാത്ത്, പുസ്തകങ്ങളും ടെക്സ്റ്റ് ബുക്കുകളും ഒക്കെ പുസ്തകങ്ങൾ നോക്കിയിട്ടാണോ? എങ്ങനെയാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്? നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്? മേത്ത് ചളിയായ കുൽഷണം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്? സർക്കാരിന്റെ പരസ്യം നോക്കിയിട്ടാണോ? വെബ്സൈറ്റ് നോക്കിയിട്ടാണോ? പുസ്തകം നോക്കിയിട്ടാണോ? എങ്ങനെയാണ്? യെസ്, വെരി ഗുഡ്.
ഓപ്ഷൻ എ തജാറുബുൽ യൗമിയ, നമ്മുടെ ദൈനംദിന അനുഭവങ്ങളിൽ നിന്നാണ്, നമ്മൾ ഡെയിലി ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് മെജോറിറ്റി ഓഫ് തിങ്സ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ എ തജാറു അൽ യൗമിയ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അത്തർബിയ അല്ലെ, വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം അത് ലാബുദ്ധ, അനിവാര്യമാണ്. വിദ്യാഭ്യാസം അനിവാര്യമാണ്. അൻതോസിറ, അതെന്ത് ചെയ്യണം? സ്വാധീനിക്കൽ അനിവാര്യമാണ്. എന്തിലാണ് വിദ്യാഭ്യാസം സ്വാധീനിക്കൽ അനിവാര്യമായിട്ടുള്ളത്? ഇവിടെ സോറി, ഇതാണ് ചോദ്യം. അതിന്റെ മറ്റേ ഓപ്ഷൻസ് മാറി വന്നതാണ്, സ്ലൈഡ് റിമൂവ് ചെയ്യാൻ മറന്നുപോയതാണ്. സോറി, ഇതാണ് കറക്റ്റ് ക്വസ്റ്റ്യൻ. അത്തർബിയ ലാ ബുദ്ധ അൻ തുസ്റഫി, വിദ്യാഭ്യാസം സ്വാധീനിക്കേണ്ടത് എന്തിനെയാണ് എന്നാണ്. ഓപ്ഷൻ എ, ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുക, ഹയാത്തുൽ ഫർദ് തസീറൻ സെൽബിയൻ, ഒരു മനുഷ്യന്റെ ജീവിതത്തെ, ഒരു മനുഷ്യന്റെ ലൈഫിനെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കണം, നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണം വിദ്യാഭ്യാസം. മൗഹിബത്തുൽ ഫർദ് തസീറൻ ജാനിബിയൻ, ഒരു വ്യക്തിയുടെ കഴിവ് എന്താണ്? തസീറൻ ജാനിബിയൻ, ഒരു പാർശ്വമായിട്ട്, ഒരു കുറച്ച് മാത്രം എന്ത് ചെയ്യണം, അതിനെന്ത് ചെയ്യണം, പാർശ്വമായിട്ട് അതിനെന്ത് ചെയ്യണം, ഇൻഫ്ലുവൻസ് ചെയ്യണം. ഹയാത്തുൽ ഇൻസാൻ തസീറൻ ഇജാബിയൻ, ഒരു മനുഷ്യന്റെ ലൈഫിനെ പോസിറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്യണം. ഹുരിയത്തുൽ ഫർദ് തസീറൻ ഹനീഫൻ, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്, ഹുരിയത്തുൽ ഫർദ്, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം, ഫ്രീഡം, അതിന് തസീറൻ അനീഫിന്, അതിന് വളരെ അക്രമാസക്തമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യണം. അയാളെ എന്ത് ചെയ്യണം? ആക്രമിക്കുന്ന രീതിയിലുള്ള ഇൻഫ്ലുവൻസ്. അതാണ് ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് വിദ്യാഭ്യാസം എങ്ങനെയാണ് ഒരു വ്യക്തിയെ സ്വാധീനിക്കേണ്ടത്? നെഗറ്റീവായിട്ടല്ല നമുക്കറിയാം, കുറച്ച് പാർശ്വമായിട്ടല്ല നമുക്കറിയാം, അക്രമാസക്തമാക്കലല്ല നമുക്കറിയാം. പിന്നെ ഏതാണ്? യെസ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻ സി, ഹയാത്തുൽ ഇൻസാൻ തസീറൻ ഈജാബിയൻ, ഒരു വ്യക്തിയുടെ ജീവിതത്തെ പോസിറ്റീവായിട്ടാണ് വിദ്യാഭ്യാസം എന്ത് ചെയ്യേണ്ടത്? ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. യെസ്, അത്തർബിയ അൽ ഹദീസ, ആധുനിക വിദ്യാഭ്യാസം തുറക്കിയതു, അത് ഫോക്കസ് ചെയ്യുന്നു. ആധുനിക വിദ്യാഭ്യാസം ഫോക്കസ് ചെയ്യുന്നു. ബിഅക്സറിൻ, കൂടുതലായും. ആധുനിക വിദ്യാഭ്യാസം കൂടുതലായും ഫോക്കസ് ചെയ്യുന്നത് ആരെയാണ്? അൽ മുദരിസ് വ ഖുദ്റാത്തോ, ഒരു ടീച്ചറിനെയും അയാളുടെ കഴിവുകളെയുമാണ് ഫോക്കസ് ചെയ്യുന്നത്. അദ്ദാരിസ് വ മുയൂലുഹു, സ്റ്റുഡന്റ്, വിദ്യാർത്ഥിയെയും വിദ്യാർത്ഥിയുടെ ഇൻട്രസ്റ്റുകളെയുമാണ് ഫോക്കസ് ചെയ്യുന്നത്. അൽ മാദ്ദ വ മളാമി, കണ്ടന്റിനെയും ഉള്ളടക്കത്തെയുമാണ് ഫോക്കസ് ചെയ്യുന്നത്. അദവാത്തു അൽ വസായിൽ, ടീച്ചിങ് എയ്ഡുകളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഏതാണ് ആധുനിക വിദ്യാഭ്യാസം കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്? എന്തിനെയാണ്? അധ്യാപകന്റെ കഴിവുകളെയല്ല, കണ്ടന്റിനെയല്ല, എയ്ഡിനെയുമല്ല, പിന്നെന്താണ്? യെസ്, എന്താണ്? അദ്ദാരിസ്വമുയൂൽ, വിദ്യാർത്ഥിയെയും അവന്റെ ഇൻട്രസ്റ്റിനെയും. അപ്പൊ നിങ്ങള് ഏത് ഓപ്ഷൻ കണ്ടാലും വിദ്യാർത്ഥി അവിടെ ഉണ്ടെങ്കിൽ അതാണ്. ഇപ്പോഴത്തെ ആധുനിക വിദ്യാഭ്യാസം ഫോക്കസ് ചെയ്യുന്നത് വിദ്യാർത്ഥിയെയാണ്. അപ്പൊ അദ്ദാരിസ്വമുയൂൽ, വിദ്യാർത്ഥിയെയും അവന്റെ ഇൻട്രസ്റ്റിനെയും എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ടീച്ചിങ് എയ്ഡുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പൊ നടന്ന എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു, അതോടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ടീച്ചിങ് എയ്ഡുകളുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നോക്കൂ, സോറി, മിസാലുൻ ലിൽ വസായിത്തിൽ മുതഅദ്ദിദ, താഴെ കൊടുത്തതില് ഒരു മൾട്ടിമീഡിയയുടെ ഉദാഹരണം ഏതാണ്? മൾട്ടിമീഡിയയുടെ ഉദാഹരണം ഏതാണ്? അൽ ഖരീത, ചാർട്ടുകളാണോ? ചാർട്ട് അല്ലെങ്കിൽ മാപ്പ്. കിതാബ്, പുസ്തകങ്ങളാണോ? സബൂറ തഫാഉലിയ, ഇന്ററാക്റ്റീവ് ബോർഡാണോ? ലൗഹ അൽ വറഖ, അല്ലെ, പേപ്പർ പ്ലേറ്റുകളാണോ? ഇതിൽ ഏതാണ്? പേപ്പർ സ്ലൈറ്റുകൾ, എഴുതുന്ന കാർഡുകൾക്കാണ് പറയണത്. അപ്പൊ ഇതിന്റെ അകത്ത് ഏതാണ് മൾട്ടിമീഡിയ എന്നാണ് ചോദ്യം. മൾട്ടിമീഡിയ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സാധനം ആലോചിച്ചാൽ മതി.
യെസ്, ഏതാണ് ഏതാണ് കറക്റ്റ് ആണ്. ഏതാ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആൻസർ അസബൂറ അത്തഫാഉലിയ, ഇന്ററാക്റ്റീവ് ബോർഡാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരും, ഓപ്ഷൻ സി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഈ വർഷ മൾട്ടിമീഡിയ എന്ന് കണ്ടാൽ മനസ്സിലാക്കുക എല്ലാ ഇന്റർനെറ്റും എല്ലാ പി.ഡി.എഫും എല്ലാ വീഡിയോയും എല്ലാ നെറ്റും വെബ്സൈറ്റും ഒക്കെ കൂടി ചേർന്ന സാധനത്തിന് പറയുന്ന പേരാണ് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്. നഖ്താറു അൽ വസീല തഅലീമിയ ഹസ്ബ. ടീച്ചിങ് എയ്ഡ് നമുക്ക് സെലക്ട് ചെയ്യാം. വസാല താലിമിയ ടീച്ചിങ് എയ്ഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാം എന്തനുസരിച്ച്? അഹ്ദാഫു ദർസ് വൽ മാത, ആ ചാപ്റ്ററിന്റെ ആ പാഠത്തിന്റെ ലക്ഷ്യങ്ങൾ ഒബ്ജക്റ്റീവ്സും കണ്ടന്റും അനുസരിച്ച് നമുക്ക് ടീച്ചിങ് എയ്ഡ് സെലക്ട് ചെയ്യാം. അത്തുല്ലാബുൽ മുത്തഫവ്വിഖീൻ ഫഖത്ത്, എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കുട്ടികളുടെ ലെവൽ അനുസരിച്ച് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാം. ഷിഅറുൽ വസീല ടീച്ചിങ് എയ്ഡിന്റെ വില നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. വഖ്തുൽ ഫറാഗ് അല്ലെ, ഒഴിവ് സമയത്തിനനുസരിച്ചിട്ടാണ് ടീച്ചിങ് എയ്ഡ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ ഏതാണ് എന്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ടീച്ചിങ് എയ്ഡ് സെലക്ട് ചെയ്യേണ്ടത്? ഒഴിവ് സമയം, അപ്പൊ ഇന്നിപ്പോ 2 ദിവസം ഒഴിവുണ്ട്, ശനി ഞായർ ഒഴിവുണ്ട്, എന്നാൽ ഇനിയിപ്പോ മറ്റേത് അത് ഉണ്ടാക്കാം. ഇനിയിപ്പോ നാളെ ഒരു ദിവസം ഒഴിവുള്ളൂ, അപ്പൊ ഇത് അത് ഉണ്ടാക്കാൻ പറ്റൂല. അങ്ങനെ നമ്മൾ ഒഴിവ് സമയത്തിനനുസരിച്ചിട്ടാണോ ടീച്ചിങ് എയ്ഡ് സെലക്ട് ചെയ്യേണ്ടത്? അല്ല. വില, അതിന് 5 റുപ്യന്റെ ചാർട്ട് മതി. മറ്റേത് വാങ്ങാൻ ഇപ്പൊ കുറച്ച് കാർഡ്ബോർഡ് ഒക്കെ വാങ്ങി കുറച്ചുകൂടെ പൈസ വരും. അങ്ങനെ നോക്കിയിട്ടാണോ ഉണ്ടാക്കേണ്ടത്? അല്ല. ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ ലെവൽ അനുസരിച്ചിട്ടുള്ളതാണ് ഉണ്ടാക്കേണ്ടത്? അല്ല. പിന്നെ എന്താണ്? യെസ്, അഹ്ദാഫു ദർസ് വൽ മാദ അല്ലെ, കണ്ടന്റ്, അതുപോലെ തന്നെ ആ ചാപ്റ്റർ എന്തിനാണോ പഠിപ്പിക്കുന്നത് ആ ലെസണിന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ് എല്ലൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ടീച്ചിങ് എയ്ഡ് ഉണ്ടാക്കേണ്ടത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യെസ്. മിനൽ വസായിൽ അസംഇയ്യ അൽ ബസരിയ, താഴെ കൊടുത്തതിൽ ഏതാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്? ഓഡിയോ വിഷ്വൽ എയ്ഡ് ഏതാണ്? മിരിയ എന്ന് പറയുമ്പോൾ റേഡിയോ ആണ്, റേഡിയോ. സബൂറ എന്ന് പറയുമ്പോൾ ബോർഡാണ്. ഫീഡിയോ എന്ന് പറയുമ്പോൾ വീഡിയോ ആണ്. കിതാബ് എന്ന് പറയുമ്പോൾ ബുക്കാണ്. അപ്പൊ ഇതിൽ ഏതാണ് കേൾക്കാനും കാണാനും ഒരേ സമയം പറ്റുന്ന സാധനം? യെസ്, ഒരു സംശയമല്ല, ഓപ്ഷൻ സി വീഡിയോ അല്ലെ, വീഡിയോ. വിധിയാത് കേൾക്കാനേ പറ്റുള്ളൂ, അത് സെമയ്യാവുള്ളൂ. സബൂറ കാണാനേ പറ്റുള്ളൂ, അത് ബസരിയാവുള്ളൂ. കിതാബും കാണാനേ പറ്റുള്ളൂ, ബസരിയാവുള്ളൂ. അപ്പൊ രണ്ടിനും കൂടെ പറ്റുന്നത് ഏതാണ്? സെമയ്യ ബസരിയ വീഡിയോ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അദ്ദൗറുൽ മുഹിമ്മ ലികിതാബിൽ മുഖറർ ഇൻദ ത്വാലിബ്, ഒരു വിദ്യാർത്ഥിയുടെ അടുത്ത് ടെക്സ്റ്റ് ബുക്കിന്റെ പ്രധാനപ്പെട്ട റോൾ എന്താണ്? അദ്ദൗറുൽ മുഹിം, the important role, the most important role of textbook in with a student. വിദ്യാർത്ഥിയുടെ അടുത്ത് ടെക്സ്റ്റ് ബുക്കിന്റെ പ്രധാനപ്പെട്ട റോൾ എന്താണ്? ഹിഫ്ളുൽ മാദ അൽ മദ്റൂസ, അൽ മുത്താലഅ അൽ മുവസ്സഅ, نسخ المواد الدراسية, التعيين والتحديد في المواد الدراسية. ഹിഫ്ളുൽ മാദത്ത് ദുറൂസ്, പഠിച്ച കാര്യങ്ങൾ മനഃപ്പാടമാക്കുക. പഠിച്ച കാര്യങ്ങൾ മനഃപ്പാടമാക്കാനാണ് പുസ്തകം. മുത്താല, വിപുലമായ വായന, വിപുലമായ വായന, കൂടുതലായിട്ടുള്ള വായന. പിന്നെ നുസ്ഖുൽ മവാദ് ദിറാസിയ, പഠന സാമഗ്രികൾ എന്ത് ചെയ്യുക? കോപ്പി ചെയ്ത് എഴുതാൻ. തഅയീൻ വ തഹ്ദീദ് ഫി മവാദ് ദിറാസിയ, എന്താണ് പഠിപ്പിക്കേണ്ടത്, പഠിക്കുന്ന സാധനം എന്താണ്, അതിനെ നിർണ്ണയിക്കാൻ. അതേതാന്നുള്ളത് നിർണ്ണയിക്കാൻ വേണ്ടി, എന്താ പഠിക്കേണ്ടു എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതിൽ ഏതാണ് വിദ്യാർത്ഥിയുടെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ എന്താണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്? എന്താണ്? യെസ്, അത്തഈൻ വ തഹ്ദീദ് ഫിൽ മവാദി ദിറാസിയ എന്നുള്ളതാണ്. കുട്ടിക്ക് പഠിക്കേണ്ട സാധനം എന്താണെന്ന് നിർണ്ണയിച്ചു കൊടുക്കുന്നതാണ് ടെക്സ്റ്റ് ബുക്ക്. കാണാപാഠം പഠിക്കാനല്ല, മുത്താല അമിത വായനക്ക്, കൂടുതലായിട്ടുള്ള റെഫറൻസിന് എന്തില്ല? ടെക്സ്റ്റ് ബുക്ക് അല്ല, വേറെ പുസ്തകങ്ങളാണ് എടുക്കേണ്ടത്, കോപ്പി എഴുതാനും അല്ല. അപ്പൊ ഏതാണ് ആൻസർ? അത്തഈൻ വ തഹ്ദീദ് ഫിൽ മവാദി ദിറാസിയ,
ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. അൽ അദവാത്ത് വൽ വസായിലു തഅലീമിയ്യ തുസാഇദു അല, അല്ലെ? ടീച്ചിങ് എയ്ഡുകള് എന്ത് ചെയ്യും? തുസാഇദു, അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്തിനാണ് ടീച്ചിങ് എയ്ഡുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യണത്? ടീച്ചിങ് എയ്ഡുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്തിന്? ഇസാലത്തുർ റഗ്ബ, ഒരു കുട്ടിയുടെ താല്പര്യം, കുട്ടിയുടെ ആഗ്രഹം, താല്പര്യം ഇസാല, ഇല്ലാതാക്കാൻ. ഇസാലത്തുൽ മലല്, അല്ലെ? യെസ്, മടുപ്പ് ഇല്ലാതാക്കാൻ. ഇസാലത്തുൽ ഇൻതിബാഹ്, കുട്ടിയുടെ ശ്രദ്ധ ഇല്ലാതാക്കാൻ. ഇസാലത്തുൽ വഅയ്, കുട്ടിയുടെ ബോധം എന്താണ്? ഇല്ലാതാക്കാൻ. ഇതിൽ ഇസാലത്ത് എന്ന് പറയുന്ന വാക്ക് എന്ന് പറയുമ്പോൾ നീക്കം ചെയ്യുക, ഇല്ലാതാക്കുക എന്ന അർത്ഥമാണുള്ളത്. നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവണം. പിന്നെ എന്തൊക്കെയാണ് ഇല്ലാതാക്കുന്നത് എന്ന് മനസ്സിലാവണം. താല്പര്യം ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ അതെന്തല്ല, അതിന്റെ ഗുണമല്ല, ഉസ്താദ് ഹെൽപ്പ് ചെയ്യണ കാര്യമല്ല. ശ്രദ്ധ ഇല്ലാതാക്കലും അല്ല, വഅയ് ബോധം ഇല്ലാതാക്കലും, മൂന്നും എന്തല്ല അല്ല. പക്ഷെ മടുപ്പ്, അപ്പൊ ഇതൊക്കെ റഗ്ബത്തും ഇന്തിബാഹും വഅയും നല്ല പോസിറ്റീവായ കാര്യങ്ങളാണ്. ഇവിടെ നെഗറ്റീവായ ഒരു സാധനമേ ഉള്ളൂ, എന്താണ്? മടുപ്പ്. അപ്പൊ മടുപ്പിനെ നീക്കം ചെയ്യാന്ന് പറയുമ്പോൾ അത് നല്ല കാര്യമായിട്ട് മാറി. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി, ഇസാലത്തുൽ മലലാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, നമ്മളൊരു ടീച്ചിങ് എയ്ഡ് സെലക്ട് ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മുടെ മേൽ നിർബന്ധമാണ് എന്ത്? ടീച്ചിങ് എയ്ഡ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് നിർബന്ധമായും ചെയ്യേണ്ടത്? എല്ലാവരും ആൻസർ പറയും. ഉറങ്ങിയോ? പഞ്ചച്ചോറൊന്നും ഉറങ്ങിയോന്നുണ്ട്. തഅയീൻ സിയുൽ മുദർരിസ്, അധ്യാപകന്റെ കോസ്റ്റ്യൂം. നമ്മളിങ്ങനെ ടീച്ചിങ് എയ്ഡ് ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പൊ നാളെ ഇനിയിപ്പോ ഏത് സാരി ഇടാം, നാളെ ഏത് ചുരിദാർ ഇടാം, നാളെ പിൻസൈഡ് ആക്കണോ വേണ്ടേ, അതിങ്ങനെ ആലോചിക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഏത് ഡ്രസ്സാണ് ഇടുക, നമ്മുടെ കോസ്റ്റ്യൂം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നിർണ്ണയിക്കുക. എന്നിട്ട് ഉണ്ടാക്കിയാൽ മതി ടീച്ചിങ് എയ്ഡ്. ഓക്കെ. എഴുതാത് വറക്കത്തുൽ അസ്ഇല, ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കണം, എന്നിട്ടാണ് ടീച്ചിങ് എയ്ഡ് ഉണ്ടാക്കേണ്ടത്. തഹദീദ് വൽ അമലിയത്ത് താലീമിയ, ക്ലാസ്സിൽ കൊടുക്കേണ്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നിർണ്ണയിക്കണം, എന്നിട്ടാണ് ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കേണ്ടത്. ഓൾ ഓഫ് ദി അബോ, എല്ലാതും. ഏതാത്തരം? ഓൾ ഓഫ് ദി അബോ കണ്ടാ പിന്നെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഉണ്ടോ? ഇല്ലല്ലോ. ഏതന്നെ കുത്തണം? ഓൾ ഓഫ് ദി അബോ എന്ന് കണ്ടാ പിന്നെ അപ്പുറം അപ്പുറം ഒന്നും ആലോചിക്കരുത്, ഏതന്നെ കുത്തണം? ഓൾ ഓഫ് ദി അബോ കുത്തണം. പക്ഷെ ഇവിടെ ഓൾ ഓഫ് ദി അബോ ഉത്തരം ശരിയാണോ? ആണോ? അല്ല. കാരണം അധ്യാപകന്റെ കോസ്റ്റ്യൂം ടീച്ചിങ് എയ്ഡുമായി യാതൊരുവിധ ബന്ധവുമില്ല. അധ്യാപകനെ നിങ്ങളിപ്പോ എന്തിനിട്ട് ചുരിദാർ ഇട്ട് പോയാലും സാരി ഇട്ട് പോയാലും പർദ്ദ ഇട്ട് പോയാലും എന്തെങ്കിലും ഇടണം എന്നുള്ളൂ. നമ്മളെ കോസ്റ്റ്യൂമിന് ടീച്ചിങ് എയ്ഡുമായിട്ട് ഒരു ബന്ധമല്ല. ക്വസ്റ്റ്യൻ പേപ്പറും ടീച്ചിങ് എയ്ഡുമായിട്ട് റിലേറ്റ് ആകുന്നില്ല. അപ്പൊ പിന്നെ ജമിയുമാ ദുക്ര വരൂല. പിന്നെ ഏതാണ്? ടീച്ചിങ് എയ്ഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാ? ക്ലാസ് റൂമിലെ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ അതിനുള്ള ഒരു സഹായകമായിട്ടാണ് ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കുന്നത്. ചാപ്റ്ററുകൾ കുട്ടികളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ, ആക്ടിവിറ്റീസ് കുട്ടികളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്? ടീച്ചിങ് എയ്ഡുകൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ്, തഹദീദ് അൽ അമലിയത്ത് താലിമിയ, ടീച്ചിങ് എയ്ഡുകൾ നമ്മൾ ആദ്യം നിർണയിച്ചതിന് ശേഷമായിരിക്കും, എന്താണ് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് എന്താന്ന് മനസ്സിലാക്കുക. ആദ്യം അത് നിർണ്ണയിക്കൽ ടീച്ചിങ് എയ്ഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ്. മറ്റേതൊന്നും ടീച്ചിങ് എയ്ഡിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഓക്കെ, യെസ്. ഇനി പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ. നോക്കൂ. യെസ്, അത്തഖ്തീത്ത് ബഈദുൽ മദ, പ്ലാനിങ്. എങ്ങനത്തെ പ്ലാനിങ്? ബഈദുൽ മദ, അല്ലെ? കൂടുതൽ ലോങ് ടൈം എടുക്കണം, കൂടുതൽ സമയം എടുക്കുന്ന പ്ലാനിങ് ഇതിൽ ഏതാണ്? അൽ ഖുത്തത്തുൽ യൗമിയ,
ലെസൺ പ്ലാൻ, ഒരു ദിവസത്തെ പ്ലാൻ. ദർസ് അല്ലെ, ദർസ് എന്ന് പറയുമ്പോഴും ലെസൺ ഡെയിലി പ്ലാൻ. യോമിയ എന്ന് പറയുമ്പോൾ ഡെയിലി പ്ലാൻ. ദർസ് എന്ന് പറയുമ്പോൾ ലെസൺ പ്ലാൻ. സനവിയ ഇയർ പ്ലാൻ. ഹിസ്സ ഒരു പീരീഡിന്റെ പ്ലാൻ. ഇതിലേതാണ് ഇതില് ഏറ്റവും കൂടുതൽ കുറെ സമയം നിൽക്കുന്നത് ഏതാണ്? യെസ്, ഒരു സംശയമല്ല, ലാ ശക്ക വലാ ഡൗട്ട്. ഏതാണ്? അൽ ഖുത്തത്തു സനവിയ, ഇയർ പ്ലാൻ ആണ് കൂടുതൽ സമയം നിൽക്കുന്ന പ്ലാനിങ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, تفكير التدريس يساعد المعلم على ഒരു ടീച്ചിങ്ങിന്റെ പ്ലാന് അത് അധ്യാപകനെ സഹായിക്കും. എന്തിനാണ് അധ്യാപകനെ ഈ പ്ലാനിങ് സഹായിക്കുന്നത്? ഇളാത്തുൽ വക്ത്, ടൈം കളയാൻ വേണ്ടി, ടൈം പാഴാക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാനിങ്. സംപ്ലാനം എഴുതിക്കാണ്ട് കുറെ സമയം കളയാനാണ്. ഇൽഗാ ഉത്തഖ്വീം അല്ലെ, ഇവാലുവേഷൻ എന്ന് പറയുന്ന സാധനത്തിനെ ക്ലോസ് ചെയ്യാൻ, ഇവാലുവേഷൻ ഇല്ലാതാക്കാനാണ് ഏത് പ്ലാനിങ്. തഖ്ലീലുൽ അൻഷിത, തഖ്ലീലുൽ അൻഷിത അല്ലെ, ആക്ടിവിറ്റീസ് പരമാവധി കുറക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാനിങ്. തൻളീമുൽ അഫ്കാർ, നമ്മുടെ ചിന്തകളെ, ആശയങ്ങളെ പരസ്പരം ചേർത്ത് നിർത്താൻ, വളരെ ക്രോഡീകരിക്കാൻ, ഒരു വ്യവസ്ഥാപിതമാക്കാനാണ് പ്ലാനിങ്. ഇതിലേതാണ് കറക്റ്റ് വരിക? യെസ്, സമയം പാഴാക്കാനോ ഇവാലുവേഷൻ ഇല്ലാതാക്കാനോ ആക്ടിവിറ്റീസ് കുറക്കാനോ അല്ല. പിന്നെ എന്തിനാണ്? യെസ്, നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ ഓർഗനൈസ് ചെയ്യാനാണ് പ്ലാനിങ്. യെസ്, അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. പിന്നെ കരിക്കുലവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അൽ മൻഹജ് ദിറാസി ഹുവ, കരിക്കുലം എന്ന് പറയുന്നത് എന്താണ്? അൽ കിതാബുൽ മദ്രസി ഫഖത്ത്, സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കാണ് കരിക്കുലം. ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ് കരിക്കുലം. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് കരിക്കുലം. പിന്നെയോ അൽ ഖുത്തത്തു ദിറാസിയ ഫഖത്ത്, ലെസൺ പ്ലാന് മാത്രമാണ് കരിക്കുലം. അല്ലെ, ലെസൺ പ്ലാൻ, ലെസൺ പ്ലാന് എന്താണോ അതാണ് കരിക്കുലം. ലെസൺ പ്ലാൻ ആണ് കരിക്കുലം. ജമീഉൽ ഖിബ്റാത്ത് വൽ അൻഷിത, ഒരു കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന മുഴുവൻ അനുഭവങ്ങളും ആക്ടിവിറ്റീസുമാണ് കരിക്കുലം. അൽ ഇംതിഹാനാത്ത് ഫഖത്ത്, അൽ ഇംതിഹാനാത്ത് ഫഖത്ത്, എക്സാമുകൾ മാത്രമാണ് കരിക്കുലം. അപ്പൊ ഇതിൽ ഏതാണ് കരിക്കുലം എന്ന് പറഞ്ഞാല്? ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ് കരിക്കുലം, ലെസൺ പ്ലാൻ മാത്രമാണ് കരിക്കുലം, നമ്മൾ കുട്ടി കൊടുക്കുന്ന മൊത്തം ആക്ടിവിറ്റീസും അനുഭവങ്ങളുമാണ് കരിക്കുലം, എക്സാമുകൾ മാത്രമാണ് കരിക്കുലം. ഏതാണ് ആൻസർ വരിക? യെസ്, ജമീഉൽ ഖിബ്റാത്ത് വൽ അൻഷിത. കണ്ടോ, ഇവിടൊക്കെ ഫഖത്ത് കൊടുത്തിക്കണം. അപ്പൊ തന്നെ മനസ്സിലാക്കുന്നതൊന്നും ഉത്തരമല്ല. കാരണം മൻഹജ് എന്ന് പറയുന്ന കരിക്കുലം വലിയൊരു ബ്രോഡായ സാധനമാണ്. അതിൽ ഫഖത്ത് ഒരിക്കലും വരൂല. അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി, ജമീഉൽ ഖിബ്റാത്ത് വൽ അൻഷിതയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കഴിഞ്ഞ കേട്ടറ്റിന് വന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോ ഇനി ടീച്ചേഴ്സ് സ്പെഷ്യൽ ഒരു കേട്ടറ്റ് വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത കേട്ടറ്റ് വീണ്ടും വരും. ഇനി ഇത് വേറൊരു കേട്ടറ്റിന് ലൈഫിൽ എഴുതുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവരുത്. ഇത് നമ്മളെ ലാസ്റ്റ് എക്സാം ആണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക? ആണ്ട് എഴുതുക. നന്നായിട്ട് അതിന് എഫേർട്ട് എടുക്കുക, കാര്യങ്ങൾ സമയമെടുത്ത് പഠിക്കുക, എന്നിട്ട് പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. അത്ര വലിയ ബാലി കയറാൻ മലയൊന്നും അല്ല കേട്ടിട്ട്, എല്ലാവർക്കും കിട്ടും. കാരണം 82 മാർക്ക് വാങ്ങുന്നവർക്കൊക്കെ തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കട്ട് ഓഫ് ഒന്നല്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ നന്നായിട്ട് പഠിച്ചെഴുതി കഴിഞ്ഞാൽ ഷുവർ ആയിട്ടും കിട്ടും. അത്ര വലിയ പ്രയാസമുള്ള സാധനമൊന്നുമില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവർക്കും വിജയം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു വിജയിക്കാനുള്ള തൗഫീഖ് തരട്ടെ. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. വാഹു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.